കണ്ണൂരിൽ നിന്ന് KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ യന്ത്ര തകർച്ച അല്ലെങ്കിൽ കേടുപാടുകളുള്ള യന്ത്രത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വോട്ട് വൈകുന്നു എന്നുള്ള പരാതികൾ രൂക്ഷമായി തന്നെ അല്ലെങ്കിൽ വ്യാപകമായി തന്നെ മലബാർ മേഖലകളിൽ നിന്ന് പരാതി ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികളെല്ലാം വളരെ ശോഭനമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ദേവിക, ത്രികോണ മത്സരത്തിൻ്റെ ചൂടും വാശിയും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ വോട്ടെടുപ്പിന് ആ സമയങ്ങളിലും അത്ര വലിയ ജനക്കൂട്ടമാണ് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 1866 ബൂത്താണുള്ളത്. ആ 66 ബൂത്തിലും വലിയ ജനക്കൂട്ടം തന്നെയുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തിലും സ്ത്രീകളുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തളിപ്പറമ്പിലാണ് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 57.62% നിലവിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ മട്ടന്നൂരിലും 56% കടന്നിട്ടുണ്ട്. എന്തെങ്കിലും മുഴുവനായി നോക്കുകയാണെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിലവിൽ 54%-ലധികം 55%-ലധികം വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തളാപ്പിലുള്ള ഒരു 85-ാം ബൂത്തിലാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണും പോലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്ന സ്ത്രീകളാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുമായി കൈക്കുഞ്ഞുങ്ങളുമായി ഈ തങ്ങളുടെ ഈ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയാണ് ഇവർ എത്തിയിരിക്കുന്നത്. എന്തായാലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. എന്തായാലും മുൻകാലങ്ങളിലെല്ലാം വലിയ സംഘർഷങ്ങളും വോട്ടുപിടുത്തും കള്ള വോട്ടും എല്ലാം വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു കണ്ണൂർ. എന്നാൽ ഈ പ്രാവശ്യം എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് 10 മണിയോടെ 2 സ്ഥലങ്ങളിൽ പാനൂരിലെ 2 ബൂത്തുകളിൽ ഇത്തരത്തിൽ യന്ത്ര തകരാറുണ്ടായിരുന്നു. പിന്നീട് പക്ഷേ അത് പരിഹരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ അത്തരം യന്ത്ര തകരാറൊന്നുമില്ല. എന്തായാലും സുഗമമായി തന്നെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളാണ് കൂടുതൽ എത്തുന്നത്. പുരുഷന്മാരും പല മേഖലയിലും ഇത്തരത്തിൽ വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുന്നുണ്ട്. എന്തായാലും എല്ലാ ബൂത്തുകളിൽ 1866 ബൂത്തിലും മികച്ച പോളിംഗ് ആണ് നടക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ മികച്ച പോളിംഗ്, അതോടൊപ്പം തന്നെ മികച്ച ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. BJPക്കായി രഘുനാഥും അതോടൊപ്പം തന്നെ KPCCയുടെ പ്രസിഡന്റായ K സുധാകരനും അതോടൊപ്പം തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജനും ഉൾപ്പെടെയുള്ള 3 പ്രമുഖ നേതാക്കളാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് രാഷ്ട്രീയ വിവാദങ്ങളും ഉയർന്നു വന്നത്. പിണറായിയുടെ പ്രസ്താവനയുടെ EP ജയരാജിൻ്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ മറുപടിയായി സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടിയും അത്തരത്തിൽ ഇന്ന് കണ്ണൂരിൽ തന്നെയായിരുന്നു രാഷ്ട്രീയ വിവാദങ്ങളും ഉച്ചസ്ഥായിയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ പോളിംഗ് ആണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ നമുക്കറിയാം, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വലിയ സംഘർഷ മേഖലയായിരുന്നു. പല ബൂത്തുകളും പ്രശ്നബാധിത പ്രദേശങ്ങളായിരുന്നു. എന്നാൽ അവിടെയെല്ലാം കൃത്യമായി സുരക്ഷ ഒരുക്കാൻ എന്തായാലും ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 418 പ്രശ്നബാധിത ബൂത്തുകളായിരുന്നു കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഈ പ്രദേശങ്ങളിൽ കൃത്യമായ സുരക്ഷ എത്തിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 21 കമ്പനി കേന്ദ്രസേനയാണ് ഇതിൽ വിനിയോഗിച്ചിരിക്കുന്നത്. അതിൽ 12 സിറ്റി മേഖലയിലും അർബൻ മേഖലയിലാണ് 12 കമ്പനി കേന്ദ്രസേന എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം 9 കമ്പനി കേന്ദ്രസേന റൂറൽ പ്രദേശത്തും വിനിയോഗിച്ചിട്ടുണ്ട്, അവരെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള 34 ബൂത്തുകളുമുണ്ട്. അവിടെയും കേന്ദ്രസേനയാണ് സുരക്ഷ ഒരുക്കുന്നത്. എന്തായാലും ശക്തമായ സുരക്ഷയിലും ജാഗ്രതയോടെയും സുഗമമായി തന്നെ തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തുവാൻ ജില്ലാ ഭരണകൂടം ഈ വോട്ടർമാർക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഉച്ച സമയത്ത് നമുക്കറിയാം പല മേഖലയിലും ഈ ചൂട് കൂടിയതോടെ തന്നെ വോട്ട് ശതമാനം കുറയുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ കണ്ണൂരിൽ പൊതുവെ അത്തരത്തിലുള്ള സാഹചര്യമില്ല. രാവിലെ ആദ്യം 7 മണിക്ക് തുടങ്ങിയ തിരക്ക് തന്നെ തുടർച്ചയായി നിലവിൽ ഈ 2 മണി 3 മണി സമയത്തും തുടരുകയാണ്. അതിനാൽ തന്നെ ഉയർന്ന പോളിംഗ് ആണ്. മുതിർന്നവരും അതോടൊപ്പം തന്നെ പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ ഉൾപ്പെടെ ഈ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി ഈ ബൂത്തിലേക്ക് കടന്നു വരികയാണ്. ഇത് തളാപ്പിലെ 85-ാം നമ്പർ ബൂത്തിലാണ് നാം കാണുന്ന ദൃശ്യങ്ങൾ. എന്തായാലും മുതിർന്നവർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് വോട്ട് രേഖപ്പെടുത്തുവാൻ എത്തുകയാണ്. എന്തായാലും വലിയ ജനാധിപത്യത്തിൻ്റെ വലിയ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും ആവേശപൂർവ്വമാണ് നിലവിൽ ഈ ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമായി കണ്ണൂർ നിലവിലെ സാഹചര്യത്തിലുണ്ട്. 54.64%
ശതമാനമാണ്. ഇതിൽ 55% സ്ത്രീകളാണ്. എന്തായാലും സ്ത്രീകൾ അധികം ഈ മേഖലയിലേക്ക് വോട്ടിടാൻ എത്തുന്നതും ഇത് അവരുടെ മനസ്സിൽ എന്താണെന്ന ഒരു പ്രതീക്ഷയിൽ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം സ്ത്രീകളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ വോട്ടിംഗ് ഉണ്ടാകുമെന്നാണ് മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുന്നത്.